ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിടയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ചാപ്റ്റർ തുടങ്ങുകയാണ്, ദ ഇമാജിനേഷൻ. ഓക്കെ, ഇമാജിനേഷൻ എന്ന ചാപ്റ്റർ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഇവിടെ ദ ഡോർവേ നമുക്ക് നോക്കാം. അതിന് മുമ്പേ ഈ ഇമാജിനേഷനിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വിരിച്ച് ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, ഒരു ബുക്ക്, അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, നമ്മുടെ സൊല്യൂഷനൊക്കെ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച് കാണും. സൊല്യൂഷനൊക്കെ ഒഴിക്കുന്ന ഒരു ട്യൂബ്, ടെസ്റ്റ് ട്യൂബ്, അതേപോലെ തന്നെ ഒരു റോക്കറ്റ്, ഊത്ത്, അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ സിമ്പല്, ബുക്ക്, ഡാൻസിൻ്റെ ചെലങ്ക, അങ്ങനെയുള്ള പിന്നെ കുറേ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, കണ്ടോ? സോ ഇത് ഞാൻ വായിക്കാം. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അറിവുപരമായിട്ട് മാത്രമല്ല, നമ്മൾ ഭാവനാപരമായിട്ടും കൂടെ ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുപരമായിട്ടുള്ളത് മാത്രമല്ല, നോളജ് പരമായിട്ടുള്ളത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ഭാവനാപരമായിട്ടും ചിന്തിക്കണം എന്നതാണ്. ഓക്കെ, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്. സോ ഇത് ഡോർവേയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ കാണാൻ കഴിയും. ഈ ടെക്സ്റ്റിൻ്റെ കോലം നിങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട, കാരണം ഇതിൻ്റെ പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഞാൻ വലിച്ച് കീറി വെച്ചേക്കുവാണ്. സോ ഓക്കെ, അപ്പോൾ ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. ഈ ഒരു ഫോളോയിങ് പിക്ചേഴ്സ് നിങ്ങൾ നോക്കുക, അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലൈൻസും വായിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ഡോളിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ തന്നിട്ട് ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. എനിക്ക് എൻ്റെ ഡോളിനെ വളരെ ഇഷ്ടമാണ്. എന്നിട്ട് പിന്നീട് ഈ ഒരു ഡോളിനെ കുളിപ്പിക്കുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ഒരു ആൺകുട്ടി ഇവിടെ നിന്ന് ഡോളിനെ കുളിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഡോളിനെ കുളിപ്പിക്കും. അതുപോലെ തന്നെ ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഇവിടെ ഒരു ഡോളിന് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. കുട്ടി ഡോളിനോട് കളിക്കുകയാണ്. നമ്മളാണെങ്കിലും ബാർബിയോടെ കളിക്കുമ്പോൾ ബാർബീനെ കൊണ്ടുപോയി കുളിപ്പിക്കും. അമ്മ എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിക്കാറൊക്കെ ഉണ്ട്. സോ ഇവിടെ ഫുഡ്, നിങ്ങൾക്ക് കഴിക്കാൻ തരുന്ന ഫുഡിന് ബാർബിക്ക് നിങ്ങൾ വായിലെടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്വഭാവങ്ങൾ എനിക്കുണ്ട്. അപ്പം ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഞാൻ എൻ്റെ പാവക്കുട്ടിയെ എന്നും ഭക്ഷണം കൊടുക്കും. ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഇവിടെ ആൺകുട്ടി സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോളിനെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് അല്ലേ. പിന്നീട് ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്. ഞാൻ എൻ്റെ ഡോളിൻ്റെ കൂടെ വൈകുന്നേരം കളിക്കും. ഇവിടെ കളിക്കുന്ന പടം തന്നിട്ടുണ്ട്. ഐ ലള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ താരാട്ട് കേട്ടോ. ലള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ താരാട്ട്. ഓക്കെ, ലൾ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഇതാണ് ഞാൻ താരാട്ട് പാടി എൻ്റെ ഡോളിനെ രാത്രി ഉറക്കും. അതാണ് ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു മീനിങ് ആണ്. ഇനി അതിൻ്റെ താഴെ തന്നിട്ടുണ്ട് ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്കൊരു ഡോൾ ഹോമിലുണ്ട്, വീട്ടിലുണ്ട് എന്ന് വിചാരിക്കുക. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? നിങ്ങൾ എങ്ങനെയാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഐ വിൽ പ്ലേ വിത്ത് ദാറ്റ്. ഐ വിൽ പ്ലേ വിത്ത് ദ ഡോൾ. ഞാൻ എൻ്റെ പാവക്കുട്ടിയോട് കൂടി കളിക്കും. ഐ വിൽ ഗീവ് ബാത്ത് ടു മൈ ഡോൾ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ പാവക്കുട്ടീനെ കുളിപ്പിക്കും. ഐ വിൽ ഡ്രസ് മൈ ഡോൾ. ഞാൻ എൻ്റെ പാവക്കുട്ടീനെ വസ്ത്രം ധരിപ്പിക്കും. ഐ വിൽ ഡാൻസ് വിത്ത് മൈ ഡോൾ. ഞാൻ എൻ്റെ പാവക്കുട്ടിയുടെ കൂടെ നൃത്തം ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു 4 പോയിന്റ്സേ ഉള്ളൂ. സോ ഒരു പാവക്കുട്ടിയുമായിട്ടുള്ള ഒരു കുട്ടിക്കുള്ള അറ്റാച്ച്മെൻറ്റ്, അതാണ് ഈ ഒരു ഡോർവേയിലൂടെ പറയുന്നത്. അതായത് ഈ ഒരു പാഠം എന്ന് പറയുന്നത് എ ഡോൾസ് ജേർണി എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ പാവ നഷ്ടപ്പെടുന്നതും, അതേപോലെ ആ പാവയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാളും കൂടെ കൂടിച്ചേരുന്നതും, അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ അത് ചർച്ച ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതും, അതേപോലെ തന്നെ കണ്ടുപിടിക്കുന്നില്ല, കണ്ടു കിട്ടുന്നില്ല കുട്ടിക്ക്,
ആ ഒരു ആള് കുറേ ലെറ്റേഴ്സ് ആ ഡോളിൽ നിന്ന് വരുന്നത് പോലെ എഴുതി കൊടുക്കുന്നതും, അതേപോലെ തന്നെ ആ കുട്ടിക്ക് ആ ലെറ്റർ കിട്ടുമ്പോൾ സന്തോഷമാകുന്നതും, ആ ലെറ്ററിൽ ആ ഡോള് എൻഗേജ്ഡായി വിവാഹിതയാവാൻ വേണ്ടി എൻഗേജ്ഡായി എന്നുള്ളതും ഒക്കെ പറയുന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത്. ഡോൾസ് ജേണി വെറും രണ്ടോ മൂന്നോ പേജുകൾ തന്നെ ഉള്ളൂ. ആ 2 പേജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്റ്റോറി. അത് 4 പാരഗ്രാഫാണ് ഇതിന് ടോട്ടൽ ഉള്ളത്. വളരെ കുഞ്ഞൊരു സ്റ്റോറിയാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന് നമുക്കൊരു അസൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡോളിൻ്റെ ഈ ഒരു കഥയുടെ തുടർച്ച എഴുതാൻ. കാരണം ഈ കഥ അവസാനിച്ചിരിക്കുന്നത് ഒരു അന്ത്യമില്ലാത്തൊരു ഭാഗത്ത് വെച്ചിട്ടാണ്. അതായത് കഥ അവസാനിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഇതിൽ അവസാനിക്കുന്നത് ബട്ട് ഷീ വണ്ടർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹർ അഗൈൻ. അതായത് അവൾക്കറിയില്ലായിരുന്നു അവൾക്ക് ആ ഡോളിനെ പിന്നെയും കാണാൻ കഴിയുമോയെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള കഥ അവിടെ ഇല്ല, അവിടെ വെച്ച് കഥ തീർന്നു. അത് എന്തൊരു വൈൻഡപ്പാണ്. ഓക്കെ, അപ്പം എന്തായിരുന്നാലും അതിൻ്റെ തുടർച്ച എഴുതാനൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ എന്തായിരുന്നാലും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.